ഹായ്, പ്രിയാസ് ഡിലൈറ്റ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചിക്കൻ റോളിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമ്മൾ എണ്ണയിലൊന്നും വറുത്തല്ല ചെയ്തേക്കുന്നത്, അതുകൊണ്ട് തന്നെ ഒരു ഹെൽത്തി വേർഷനാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ ചിക്കൻ റോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചിക്കൻ റോൾ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു ക്ലീൻ ബൗളിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കുന്നുണ്ട്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇട്ടേക്കുന്നത്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചെറു ചൂടുവെള്ളം ആഡ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഈ ഈസ്റ്റ് ഒന്ന് ഫെർമെൻ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റ് നേരം ഇതൊന്ന് അടച്ചു വയ്ക്കാൻ പോവാണ്. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് 2 കപ്പ് മൈദ, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 1 കോഴിമുട്ട ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് ഇതിൽ ബാക്കി വെക്കുന്നുണ്ട്. അവസാനം നമുക്ക് ഈ റോൾസിൻ്റെ മീതെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാടൊന്നുമില്ല, ഒരു 1.5 ടേബിൾ സ്പൂൺ മതിയാവും. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് ബട്ടറാണ്. ബട്ടർ ഒരു 45 ഗ്രാം, അത് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം ബട്ടർ ഉണ്ടാവും. ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഈസ്റ്റിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തം 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിൽ നിങ്ങൾക്ക് ബട്ടറിന് പകരം 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ ആയാലും ചേർത്താലും മതി. ഇപ്പം ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ കയ്യിലൊട്ടി പിടിക്കുന്ന പാകമാണ്, പക്ഷെ അങ്ങനെ വെള്ളം കൂടുതലായിട്ടൊന്നുമല്ല. ഇതിൻ്റെ പരുവ് ഇങ്ങനെയാണ് വേണ്ടത് നമുക്ക്. ഇനി ഇത് നമുക്കൊന്ന് കവർ ചെയ്തിട്ട് ഒരു 1.5-2 മണിക്കൂർ, മിനിമം ഒരു 1.5 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴത്തേനും നമുക്ക് ഈ മാവൊന്ന് കുറച്ച് പൊങ്ങി വരണം. അപ്പോൾ നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഞാൻ ഈ ബൗൾ ജസ്റ്റ് ഒന്ന് ക്ലിംഗ് ഫിലിം വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ഇനി എൻ്റെ ഓവനിൽ ലൈറ്റ് ഇട്ട് വെക്കാൻ പോവാണ്. തണുപ്പ് സ്ഥലങ്ങളിലുള്ളവർ ഇതേമാതിരി വെച്ചാൽ മതി. ബാക്കിയുള്ളവർ എവിടെയാണ് നിങ്ങൾ സാധാരണ ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കണേന്ന് വെച്ചാൽ അവിടെ വെക്കാം. ഇതിനി നമുക്കൊരു 1.5 മണിക്കൂർ കഴിഞ്ഞ് എടുത്ത് നോക്കാം. മാവ് ഫെർമെൻ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ റോളിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വാഷ് ചെയ്തതാണ്. ഇത് നമുക്ക് ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇനി ഇതിലേക്ക് ഒരു 2 കപ്പോളം വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. ചിക്കൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റ് മതിയാവും ഇത് വേവാനായിട്ട്. ഇത് നമുക്ക് മൂടി വെച്ച് വേവിക്കും. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇപ്പം ഞാൻ ചിക്കൻ്റെ പീസസ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറി കഴിയുമ്പം ഈ ചിക്കൻ്റെ പീസസ് കുറച്ച് കൈ കൊണ്ട് തന്നെ ഒന്ന് പിച്ചൊന്ന് എടുക്കണം. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ എളുപ്പത്തിന് വേണമെങ്കിൽ ഈ ബോണൊന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് മാംസം മാത്രം മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. പിന്നെ ഈ ചിക്കൻ വെന്ത സ്റ്റോക്ക് വാട്ടർ നമുക്ക് കളയണ്ട, ഇതുകൊണ്ട് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഏകദേശം ഒരു 1 ടീസ്പൂണോളം ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അത്രയും തന്നെ വെളുത്തുള്ളി ചതച്ചതും വേണം. ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം.
അടുത്തതായിട്ട് 2 ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് മീഡിയം തീയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സവാള നന്നായിട്ട് കളർ മാറി ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവണം. എന്നിട്ട് വേണം നമുക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാൻ. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം സവാള പയ്യെ കളർ മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. തീ ഒന്ന് കുറച്ച് വയ്ക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്കുള്ള മുളക് പൊടിയുടെ അളവും അതേപോലെ തന്നെ പച്ചമുളകിൻ്റെ അളവും ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഇതിപ്പം നമ്മൾ ചിക്കൻ റോൾ ഒരു സ്നാക്ക് റെസിപ്പിയാണല്ലോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ മീഡിയം എരിവിലാണ് ഇത് ഉണ്ടാക്കുന്നത്. എരിവ് കുറച്ചും കൂടി വേണമെന്നുള്ളവർക്ക് അതിനനുസരിച്ച് മുളക് പൊടിയുടെ എമൗണ്ട് അല്ലെങ്കിൽ പച്ചമുളകിൻ്റെ എമൗണ്ട് കൂട്ടാം. ഇപ്പം നമ്മളിട്ട മസാലയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചേക്കുന്ന ചിക്കൻ ചെറുതായിട്ട് പിച്ചിയിട്ടത് ആഡ് ചെയ്യാം. ഞാനിതിപ്പം എളുപ്പത്തിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്രയും പൊടിയാവുണ്ടാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൈ വെച്ച് തന്നെ പിച്ചിയിട്ടാൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി 2 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് നമുക്കൊന്ന് വേവിക്കാം. ഈ ചിക്കനിലോട്ട് ഈ മസാലയൊക്കെ ശരിക്കും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. നമ്മളിതിലേക്ക് കുറച്ച് ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ്. നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ഞാനൊന്ന് അങ്ങ് അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് ഏകദേശം 1 കപ്പുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാം. ഈ വെള്ളം ഒന്ന് വറ്റി വരുമ്പോഴത്തേനും നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് എടുത്ത് മാറ്റാം. ഈ ചിക്കൻ സ്റ്റോക്കിൽ കിടന്ന് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഡ്രൈ ആക്കി എടുക്കുമ്പം ഇതിന് നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പും എരിവൊക്കെ ഒന്ന് നോക്കണം. എരിവ് കുറവ് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഇടാം. അപ്പം എനിക്കിത് എരിവ് കറക്റ്റാണ്. ഇപ്പം നമ്മൾ ഒഴിച്ച് ചിക്കൻ സ്റ്റോക്കൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഫില്ലിങ് നന്നായിട്ടൊന്ന് ചൂടാകാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇത് പൊങ്ങാൻ വെച്ചിട്ട് ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഡബിൾ സൈസ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് കുഴച്ചെടുക്കാം. ഞാനിവിടെ ആദ്യം കുറച്ച് മൈദ ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്. നല്ല രസമായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് ഒരു കൗണ്ടർ ടോപ്പിലോട്ട് മാറ്റാം. ഇനി ഇത് പയ്യെ ഒന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റാണ് നമ്മുടെ മാവ്. ഇനി നമുക്ക് ഈ മാവ് ഒന്ന് ചെറിയ ഉരുളകളായിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. ഏകദേശം ഈ വലുപ്പത്തിലുള്ള ഉരുളകൾ നമുക്ക് ഉണ്ടാക്കി വയ്ക്കാം. ഇപ്പം ഞാൻ ഇതേമാതിരി ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് പരത്തി ഫില്ല് ചെയ്യാൻ തുടങ്ങാം. അപ്പം നമുക്ക് ഒരു ബോൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മൈദയിലൊന്ന് മുക്കാം. എന്നിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. നമുക്കൊരു ഓവൽ ഷേപ്പിലാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു ഓവൽ ഷേപ്പിലോട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു സ്പൂണോളം ഫില്ലിങ് വയ്ക്കുക. ഫില്ലിങ് വയ്ക്കുമ്പം ഇങ്ങനെ ഏറ്റവും താഴേന്ന് ഒരു ഇച്ചിരി സ്പേസ് വിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് വയ്ക്കണം. ഇനി നമുക്കിതൊന്ന് 2 സൈഡിലേക്കും മടക്കി കൊടുക്കാം. ഇങ്ങനെ 2 സൈഡ് മടക്കി കഴിഞ്ഞിട്ട് പിന്നെ ഈ താഴേന്ന് ഇങ്ങനെ ഒന്ന് മടക്കി റോൾ ചെയ്തെടുക്കാം. ഓക്കെ, ഇത് ഞാനിവിടെ ഒരു ബേക്കിംഗ് ട്രേ ഒരു ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്ന് ജസ്റ്റ് വെക്കുവാണ്. ഇനി ഓവൻ ഇല്ലാന്ന് കരുതി ആരും വിഷമിക്കേണ്ട. ഇത് ഞാൻ ഓവൻ ഇല്ലാണ്ടും ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതും കൂടി നമുക്കിങ്ങനെ
ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഈ ഷേപ്പൊന്നും അത്ര പെർഫെക്റ്റ് ആവണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ഫില്ലിങ് വെക്കാം. പക്ഷേ ഈ വലുപ്പത്തിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഫില്ലിങ് വെക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് കുഴപ്പമൊന്നുമില്ലാണ്ട് മടക്കിയെടുക്കാൻ പറ്റും. 2 സൈഡും മടക്കാം. ഇനി താഴേന്ന് മടക്കി റോൾ ചെയ്ത് അപ്പം ഞാൻ അതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനിത് ഓവനിലാണ് വെച്ച് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഓവൻ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ 2 എണ്ണം ഒരു സ്റ്റീൽ പാത്രത്തിലും വെച്ചിട്ടുണ്ട്. ഇതൊന്നുമില്ല, ജസ്റ്റ് ഒരു സ്റ്റീൽ പാത്രത്തിൽ ഒരു ബട്ടർ പേപ്പർ ഇട്ട് വെച്ചേക്കുന്നതാണ്. ഇനി ഇതൊന്ന് മൂടി വെച്ച് അരമണിക്കൂർ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇത് റെഡിയാക്കി. ഇപ്പം നമ്മളിത് വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞു. ഈ നമ്മുടെ റോൾസൊക്കെ നന്നായിട്ട് ഒന്നും കൂടി പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റും ആയിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ, തൊടുമ്പോൾ തന്നെ അറിയാൻ പറ്റും നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മീതേക്ക് നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിരുന്ന ആ മുട്ടയുടെ ബാക്കിയുണ്ടല്ലോ, ആ മാവിലോട്ട് ചേർത്തത്, അതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഈ സമയത്തിന് നമ്മൾ ഓവനിലാണ് ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ ഓവൻ പ്രീഹീറ്റ് ചെയ്യാനിടണം. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യണം. പിന്നെ ഓവൻ ഇല്ലാണ്ട് ഉണ്ടാക്കുന്നത് ഞാൻ ഇതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ റോൾസൊക്കെ കുറച്ചൊന്ന് സ്പേസ് ഇട്ട് വെച്ചിട്ടുണ്ട്, തമ്മി ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനായിട്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ആ മുട്ട നമ്മൾ അടിച്ച് വെച്ചേക്കണതൊന്ന് ബ്രഷ് ചെയ്തെടുക്കാം. ഒത്തിരി ഒന്നും വേണ്ട, ജസ്റ്റ് കുറച്ചൊന്നും മതി. ഇപ്പം ഞാൻ എഗ് വാഷ് എല്ലാത്തിലും ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് വെളുത്ത എള്ള് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇതിൻ്റെ മീതെ ഒന്ന് വിതറി കൊടുക്കുവാണ്. ഇത് നിർബന്ധമില്ല, ഇത് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. അതിന് വേണ്ടിയിട്ട് മാത്രം എടുത്തുന്നുള്ളൂ. ഇനി ഞാനിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവനിലോട്ട് വെക്കാൻ പോവാണ്. ഓവനിൽ ഒരു 150 ഡിഗ്രിയിൽ 25 മുതൽ 30 മിനിറ്റ് വരെ വേണ്ടി വരും ഇത് റെഡിയാവാനായിട്ട്. ഇനി നമുക്ക് ചിക്കൻ റോള് ഓവൻ ഇല്ലാണ്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്തോട്ട് ഒരു അടി കട്ടിയുള്ള പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുക്കറൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു തട്ടുണ്ടല്ലോ, അതൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പാത്രം മൂടി വെച്ചിട്ടൊന്ന് മൂടിയിട്ട് ഒരു 10 മിനിറ്റോളം മീഡിയം തീയിലിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. 10 മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ റോള് എടുത്ത് വയ്ക്കാം. ഇപ്പം നമ്മളിത് ചൂടാൻ വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പയ്യെ ആ സ്റ്റീൽ പാത്രം ഇറക്കി വയ്ക്കാം. എന്നിട്ട് ഇത് വെച്ചിട്ടൊന്ന് മൂടാം. ഇത് നമ്മുടെ ഓവനിനേക്കാളും കുറച്ചും കൂടി സമയം കൂടുതലെടുക്കും. ഇതിൻ്റെ തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. മീഡിയം ഫ്ലെയിമിൽ ഒരു അരമണിക്കൂർ വേണ്ടി വരും ഇത് റെഡിയായി വരാൻ. അപ്പോൾ നമ്മൾ ഓവനിൽ വെച്ചേക്കുന്നത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇവിടെ മോൾ ഭാഗമൊക്കെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ഓവനിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പം നമ്മുടെ ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ 2 എണ്ണമാണ് നമ്മൾ അടുപ്പത്ത് വെച്ച് ഉണ്ടാക്കിയത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതെനിക്ക് അരമണിക്കൂർ വേണ്ടി വന്നില്ല കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അടുപ്പത്ത് വെച്ചിട്ട് ഒരു 25 മിനിറ്റിൽ തന്നെ ഇത് റെഡിയായി കിട്ടി. ഇത് നല്ല സോഫ്റ്റാണ്, നമുക്ക് തൊടുമ്പോൾ തന്നെ ഇങ്ങനെ അറിയാൻ പറ്റും. ഇത് നമ്മൾ ഓവനിൽ വെച്ചുണ്ടാക്കിയതാണ്. കാണാൻ നല്ല ഭംഗിയില്ലേ. ഓവനിൽ 150 ഡിഗ്രിയിൽ 20 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയായി കിട്ടി. ഇതും നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്